നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ നമ്മുടെ പ്രബുദ്ധത ശരിക്കും ഒന്ന് അളക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രബുദ്ധതയല്ല അളക്കേണ്ടത്, മലയാളിയുടെ മാനസിക ആരോഗ്യ നിലയാണ് പരിശോധിക്കേണ്ടത്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സ തേടുകയും വേണം. എന്നെ ചീത്ത വിളിക്കുന്നതിന് മുമ്പ് ഞാൻ കാര്യത്തിലേക്ക് വരാം. 2 വാർത്തകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം അത് പൂർണ്ണമായി കണ്ടതിന് ശേഷം നിങ്ങൾ സ്വയം വിലയിരുത്തണം നിങ്ങളുടെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പ്രതികരിക്കാതിരിക്കുന്നതെന്ന്. ആദ്യത്തെ വാർത്തയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഒട്ടുമിക്ക ചാനലുകളിലും പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ളൊരു വാർത്തയാണ്. നവകേരള സദസ്സിനുള്ള പോസ്റ്ററിനും ബ്രോഷറിനും ക്ഷണക്കത്തിനും ചെലവാക്കിയത് 9.16 കോടി രൂപ. 9 കോടിക്ക് മുകളിലാണ് ഈ പോസ്റ്ററിനും ബ്രോഷറിനും വേണ്ടിയിട്ട് മാത്രം ചെലവാക്കിയിരിക്കുന്ന തുക. നവകേരള സദസ്സ് നടത്തിയിട്ട് കേരളം എന്ത് നേടി എന്നത് ഇവിടെ നിരവധി ചർച്ചകളൊക്കെ ആയ സംഗതിയാണ്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഈ തുകയുടെ വലിപ്പം നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. 9,16,00,000 രൂപയാണ് ഈ നവകേരള സദസ്സിൻ്റെ പോസ്റ്ററുകൾക്കും അതിൻ്റെ ബ്രോഷറും ക്ഷണക്കത്തിനും വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതിന് താഴെയുള്ള ന്യൂസ് നോക്കുക. നവകേരള സദസ്സിൻ്റെ അച്ചടി ചെലവാണ് ഇത്. അടിച്ചത് 25.40 ലക്ഷം പോസ്റ്റർ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 25,40,000 പോസ്റ്റർ അടിച്ചിരിക്കുന്നു പറഞ്ഞത്. ഇതൊരു കള്ളക്കണക്കാണ് എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. കേരളത്തിലുള്ളത് 4 കോടിയോളം ജനങ്ങളാണ്. അതായത് 4 കോടി ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അടിച്ചിരിക്കുന്ന പോസ്റ്ററിൻ്റെ എണ്ണമാണ് 25,40,000. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇത്രയും പോസ്റ്ററുകൾ അടുപ്പിച്ച് ഒട്ടിച്ച് വെച്ചാൽ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് കാസർഗോഡ് വരെ ഉള്ള ഹൈവേകളിൽ മുഴുവൻ ഇവർ ഈ പറയുന്ന പോലെ തന്നെ മനുഷ്യച്ചങ്ങല വലിക്കുന്ന പോലെ തന്നെ 2-3 തവണ ഈ നിരനിരയായിട്ട് ഒട്ടിച്ചു വെക്കാൻ പറ്റും. അത്രയും ഉണ്ടത്. ഇവിടെ 630-700 കിലോമീറ്ററാണ് നമുക്ക് ആകെ ഉള്ള ഒരു നീളത്തിൽ പിടിക്കുകയാണെങ്കിൽ ഉള്ള ആ നീളം വരുന്നത്. അവിടേക്ക് ഈ 25 ലക്ഷം പോസ്റ്റർ ഇവർ അടിച്ച് എന്നാണ് പറയുന്നത്. എവിടെ അടിച്ച്? ഇതിനൊക്കെ വല്ല തെളിവുണ്ടോ, കണക്കുണ്ടോ? 9,16,00,000 രൂപ ആ വകയിൽ മാറിക്കെട്ടി. ആ വാർത്ത കണ്ടല്ലോ. ഇനി അടുത്ത വാർത്ത നോക്കുക. തപാൽ അയക്കാൻ നയാ പൈസ ഇല്ല എന്നാണ്. അതതിൻ്റെ തലവാചകമാണ്. ബാക്കി വായിക്കുക. തപാൽ ചെലവിന് കാശില്ലാത്തതിനാൽ നവകേരള സദസ്സിൽ ലഭിച്ച നിവേദനങ്ങൾക്കുള്ള മറുപടി നവകേരള വെബ്സൈറ്റിലിട്ട് ബാധ്യത ഒഴിവാക്കുന്നതായിട്ട് പരാതി. നവകേരള സദസ്സിലേക്കുള്ള പരാതി അയക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പരാതിക്ക് മറുപടി കൊടുക്കാനായിട്ട് സ്റ്റാമ്പ് മേടിക്കാൻ പോലും പൈസയില്ല. പക്ഷേ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് പരസ്യം ചെയ്യാൻ പോസ്റ്റർ 25,40,000 പോസ്റ്റർ അടിക്കാൻ 25,40,000 പോസ്റ്റർ. ചിന്തിച്ച് നോക്കണം. ഈ കേരളത്തിൽ എത്ര തവണ തലങ്ങനും വിലങ്ങനും ഒട്ടിക്കാൻ പറ്റുന്ന പോസ്റ്ററാണെന്നോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശരിയാണ്, ഫ്ലെക്സും പോസ്റ്ററും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അളവിൽ കൂടുതൽ. പക്ഷേ ഈ പറയുന്ന അത്രയും ഒന്നുമില്ല. ഇവിടെ ആകെ 14 ജില്ലയേ ഉള്ളൂ. ഈ 14 ജില്ലയിലേക്ക് വേണ്ടിയിട്ട് എന്തിനാണ് 25 ലക്ഷം പോസ്റ്റർ എന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും പോസ്റ്ററും ഫ്ലെക്സും കൂടെ കൂട്ടിയാൽ പോലും ഇത്രയും വരില്ല. അതും മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു പോസ്റ്റർ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൂടിയ രീതിയിലുള്ള പ്രിന്റിങ് നടത്തിയിരിക്കുന്നത്. ഇത് എവിടെ നടത്തി? എത്ര പ്രസ്സിലാണ് ഇത് അടിച്ചടിച്ചിരിക്കുന്നത്? അത് 25 ലക്ഷം പോസ്റ്ററൊക്കെ അടിക്കണമെങ്കിൽ എത്ര ദിവസത്തെ പണിയാണ് എന്നുകൂടി ഒന്ന് ചിന്തിക്കുക. ഇത് ഇത്രയും ആരൊട്ടിച്ചു? ഇതൊക്കെ ആരാണ്, എവിടെയാണ്, ഏത് ലോകത്താണ് ചെയ്തത്? നമ്മുടെ പണമാണ് ഇത് എടുത്തിട്ട് ചെയ്യുന്നത് എന്ന് ഓർക്കുക. ആകെ 4 കോടി ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ 4 കോടിയും ഇവിടെ ഇല്ല. ഏതാണ്ട് 1 കോടിയോളം ആളുകൾ അന്യ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലുമാണ്. ബാക്കിയുള്ളവർ മാത്രമാണ് ഇവിടെ ആകെ ജീവിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ 1/4 കോടിയോളം പോസ്റ്ററുകൾ അച്ചടിച്ചിറക്കിയിരിക്കുന്നത്. അതിന് 9,16,00,000 രൂപ ചെലവും കൂടെ വന്നിരിക്കുന്നു. അതേ സ്ഥാനത്ത് തപാൽ അയക്കാൻ പോലും സ്റ്റാമ്പില്ലാതെ വിഷമിക്കുന്ന ഒരു സംഗതി കൂടി നമ്മൾ കാണുന്നു വാർത്തയായിട്ട് തന്നെ. ഇത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. നവകേരള സദസ്സിന് വേണ്ടിയിട്ട് അതിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും മടക്കിയിരിക്കുന്നു. എന്നാൽ ഈ നവകേരള സദസ്സ് നടത്തിയതിന് ശേഷം മറുപടി അയക്കാൻ പോലും, സ്റ്റാമ്പ് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത ഒരു സർക്കാർ. ഇനി ഈ രണ്ടും കണ്ടതിന് ശേഷം, കേട്ടതിന് ശേഷം നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങളുടെ മനോനിലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു സർക്കാർ നിങ്ങളെ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ തേച്ച് വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? തേച്ചൊട്ടിക്കുകയല്ലേ ശരിക്കും ചെയ്യുന്നത്? നിങ്ങൾ പ്രതികരിക്കില്ല എന്നവർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ നെഞ്ചത്ത് കയറിയിരുന്ന തിരുവാതിര കളിച്ചാലും നിങ്ങളൊന്നും പറയില്ല എന്നവർക്കറിയാം. അടിമകളായിട്ട് ജീവിക്കാനാണ് മലയാളിയുടെ വിധി. അതുകൊണ്ടാണ് ഇതിങ്ങനെ നിരന്തരം നമുക്ക് കാണേണ്ടി വരുന്നത്. ആദ്യം ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. എല്ലാ മലയാളികളും അവരുടെ മനോനില
തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.